ഹലോ 21st ദൃശ്യം 3 റിലീസ് ആവാണ്. ലാലേട്ടന്റെ ബർത്ത്ഡേയുടെ അന്ന്. എന്താ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ? ആ ഒരു മൂവിന് ശേഷം ദൃശ്യം 1-ന് ശേഷം കുറച്ച് അതുപോലത്തെ സിമിലർ കേസസ് വന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇൻ റിയൽ ലൈഫ്. അപ്പൊ മേ ബി അതൊരു നെഗറ്റീവ് ആവണ്ട, അതിനൊരു സറണ്ടർ ചെയ്യാ, പോലീസിനെ സറണ്ടർ ചെയ്യാന്നുള്ള രീതിയിൽ അതൊരു തേർഡിലൊരു അങ്ങനത്തെ ഒരു എൻഡിങ് വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്, അറിയില്ല. പക്ഷെ അങ്ങനെ വന്ന ഈ ദൃശ്യം 3 കൂടി ഈ ഇത് മൊത്തം നിൽക്കേണ്ടതായിരിക്കും. അങ്ങനെയാണ് പ്രതീക്ഷിക്കണേ. എനിക്ക് കൂടുതൽ കാരണം സെക്കൻഡ് തന്നെ എൻഡ് ചെയ്ത് അത്രയൊരു വലിയൊരു ഹൈപ്പില്ല. അപ്പൊ തേർഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ അത് എന്താണെന്നുള്ളൊരു ഒന്നൊരു ഐഡിയൽ ഒന്നും വരുന്നില്ല. പിന്നെയും വരുന്നത് ഞാൻ ഈ പറഞ്ഞ ഒരു ഇതാ, പറയില്ല, ഐഡിയ. 3 കൂടി എന്തായാലും കഴിയാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് അറിവ്. അറിയില്ല. എന്തായാലും ദൃശ്യം 3 100 എന്താ പ്രതീക്ഷിക്കണേ? എന്താ പ്രതീക്ഷ പറ. അതാ 2 കഴിഞ്ഞ് ഇനിയും എന്ത് ചെയ്യാന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ. ഞാനങ്ങനെ ട്രെയിലറൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ആക്ച്വലി, സത്യം പറഞ്ഞ. ഞാൻ ഇപ്പോൾ പടങ്ങൾ ഭയങ്കര ഇതായിട്ട് കാണാൻ പോകുന്ന ഒരാളാണ്. ബട്ട് എന്തായിരിക്കും എന്നുള്ള ക്യൂരിയോസിറ്റി കാരണം ഒരുപാട് പേര് കാണുന്ന ഒരു പടമായിരിക്കും. ദൃശ്യം 2 തിയേറ്ററിൽ കാണാൻ പറ്റില്ല, കാരണം കൊറോണ സമയത്തായിരുന്നു. അതിന്റെ ഒരു സാഡിലാണോ? അങ്ങനെയുള്ളൊരു ഇതിലാണല്ലോ ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്, അതും മോഹൻലാലിന്റെ ബർത്ത്ഡേ തന്നെ. എല്ലാരും ഹാപ്പിയാണ്. എന്തായാലും ഫസ്റ്റ് ഷോ തന്നെ കാണുമോ? കാണുന്നുണ്ട്, ആഗ്രഹമുണ്ട്. ടിക്കറ്റ് കിട്ടുമോന്ന് അറിയില്ല. ഹായ് ബ്രോ. ഹായ്. അടുത്ത ദിവസം 21st ദൃശ്യം 3 ഇറങ്ങാണ്. അതെ നമ്മുടെ ലാലേട്ടന്റെ. ബ്രോയുടെ എക്സ്പെക്ടേഷൻ എന്താ? അയ്യോ, ഏറ്റവും സ്കൈ ഹൈ ആണ് എക്സ്പെക്ടേഷൻ. ഭയങ്കര എക്സ്പെക്ടേഷൻ. ഫസ്റ്റും സെക്കൻഡും കണ്ടല്ലേ? അതെ. ആരാ കാണാതുണ്ടാവുക? നമ്മള് മലയാള സിനിമാ ലോകം മാത്രമല്ല, ഇന്ത്യൻ സിനിമാ ലോകം മൊത്തം കാത്തിരിക്കുന്ന ഒരു പടമാണ് ദൃശ്യം 3. അപ്പൊ എത്ര കോടിയായിരിക്കും പ്രതീക്ഷിക്കണേ? അയ്യോ, അത് ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കണം. നമുക്ക് വേറൊരു ഇൻഡസ്ട്രി ഹിറ്റ് ഉറപ്പായിട്ടും, അതാണ് പ്രതീക്ഷ. ഇപ്പൊ മലയാളം സിനിമയില് ഏറ്റവും ഹൈ ലെവലിൽ വെക്കണത് വാഴ ആണല്ലോ, വാഴ 2 ആണല്ലോ. അതെ. അത് ഓർക്കും ചെയ്യോ? അല്ല, അത് ചെയ്യുന്ന തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് പുതിയ പുതിയ പടങ്ങൾ അങ്ങനെ വരുമ്പോ അതുപോലെ ലാലേട്ടൻ വരട്ടെ, അടുത്തത് ഇടട്ടെ, അങ്ങനെ വിചാരിക്കണം. അതാണ് ആഗ്രഹം. നല്ല സിനിമയാവും. എന്തായാലും 21-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഫസ്റ്റ് ദിവസം തന്നെ ആണോ? കാണും. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ബുക്ക് ചെയ്തു. എവിടെ ബുക്ക് ചെയ്താണ്? വനിതയില് നമുക്ക് കാണാം. അടുത്ത ദിവസം ദൃശ്യം 3 റിലീസ് ആവാണ് ലാലേട്ടന്റെ. അപ്പൊ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താ ദൃശ്യം 3യെ പറ്റി? വലിയ എക്സ്പെക്ടേഷൻസ് ആണ്. കാരണം സെക്കൻഡ് തന്നെ ഒരു ഫിനാലെ പോലെയാണ് അവർ എൻഡ് ചെയ്ത്. സോ നല്ല ക്യൂരിയസ് ആണ്. സോ ഹൗ വിൽ ദേ ബ്രിങ് ദ സ്റ്റോറി into a third sequel? അപ്പൊ അത് എങ്ങനെയായിരിക്കും പോകുന്നത്? എന്ത് ക്രിയേറ്റിവിറ്റി ആണ് ആ സ്ക്രിപ്റ്റ് റൈറ്റർ കൊണ്ടുവരുന്നത് എന്നൊക്കെ നല്ല ക്യൂരിയസ് ആണ്. സോ ഐ എം വെയിറ്റിംഗ്. ഇറങ്ങി ഉടനെ വാച്ച് ചെയ്യണമെന്നാണ് കുറെ നാള്. ഞാനിപ്പോ ഓൾറെഡി ഫസ്റ്റും സെക്കൻഡും ഒന്നും കൂടെ കണ്ടിരിക്കുകയാണ്. തേർഡ് കാണുമ്പോ എല്ലാം ഓർമ്മയോടെ നിൽക്കാൻ വേണ്ടിയിട്ട്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ തേർഡ് ടു കം ആൻഡ് ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഇറ്റ് വിൽ ബി എ ബിഗ് ഹിറ്റ്. ലാലേട്ടന് ഇനിയും ഒത്തിരി സക്സസ് വിഷ് ചെയ്യുന്നു. ലാലേട്ടൻ ഫാനാണോ? ലാലേട്ടൻ ഫാനാണ്. ഹായ് ബ്രോ. ദൃശ്യം 3 റിലീസ് ആവാണ് നാളത്തെ കഴിഞ്ഞ് മറ്റന്നാളെ. എന്താ പ്രതീക്ഷ ബ്രോന്റെ? പ്രതീക്ഷ ദൃശ്യം 3 വിജയമായി തീരും. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാല് നായകനായ വന്ന പടമാണ്. എന്തായാലും വാഴയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമെന്നാണ് തോന്നുന്നത്. 2013 ദൃശ്യം 1 ഇറങ്ങി, അത് കഴിഞ്ഞ് 2 ഇറങ്ങി. ദൃശ്യം 2 കോവിഡ് ടൈമിൽ ഇറങ്ങിയപ്പോ നമുക്ക് OTT-ലായതുകൊണ്ട് അധികം നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ല. എക്സ്പീരിയൻസ് കിട്ടില്ല. വന്നായിരുന്നെങ്കിൽ ഒരു നല്ലൊരു ഹിറ്റ്, നല്ല ഒരു കളക്ഷൻ കണ്ട പടം വരുന്നത്. അത് OTT-ല് വന്നാൽ കോവിഡ് ടൈം ആയതുകൊണ്ടാണ്. പക്ഷേ ദൃശ്യം 3 എന്തായാലും വമ്പൻ ഹിറ്റ് ആയിരിക്കും പ്രതീക്ഷിക്കുക. വാഴയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമായിരിക്കും. ലാലേട്ടന് സാധിക്കട്ടെ. ലാലേട്ടൻ ഫാനല്ലേ? ലാലേട്ടൻ ഫാന്, മമ്മൂക്ക ഫാനാണ്. എന്നാലും അതാണ് യഥാർത്ഥ മമ്മൂക്ക ഫാൻ. നല്ല സിനിമ ഏതായാലും സപ്പോർട്ട് ചെയ്യണം. ലാലേട്ടൻ ഫാൻ ആയാലും മമ്മൂക്ക ഫാൻ ആയാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇവനാണ് യഥാർത്ഥ മമ്മൂക്ക ഫാൻ. ഓക്കെ, താങ്ക് യു.